Excessive hair loss? This could be telogen effluvium. Hi there, this is Dr. Shruti Nandakumar, consultant oral and maxillofacial surgeon. Telogen effluvium ഇതൊരു acute phase നോൺ സ്കാറിംഗ് അലോപേഷ്യ ആണ്. നമ്മുടെ ഹെയർ സൈക്കിൾ 4 ഫേസിലാണ് ഡിവൈഡ് ആയിരിക്കുന്നത്. ആനജൻ ഫേസ് അതായത് ഗ്രോത്ത് ഫേസ്, കാറ്റജൻ ഫേസ് അതായത് ഒരു ട്രാൻസിഷൻ ഫേസ്, ടീലോജൻ ഫേസ് അതായത് റെസ്റ്റിംഗ് ഫേസ് ആൻഡ് ഫൈനലി ആക്സുജൻ ഫേസ് അതായത് ഷെഡിംഗ് ഫേസ്. ടീലോജൻ എഫ്ലൂവിയം കണ്ടീഷനിൽ ചില ഹെയർ ഫോളിക്കിൾസ് ഗ്രോത്ത് ഫേസിൽ നിന്ന് റെസ്റ്റിംഗ് ഫേസ് അതായത് ടീലോജൻ ഫേസിൽ എൻ്റർ ആവും. ഇതൊരു ഫസ്റ്റ് മന്ത് തൊട്ട് 6th മന്ത് വരെ ഗ്രോ ആവാണ്ടിരിക്കും. ഇതേ ഫോളിക്കിൾസ് തന്നെ വീണ്ടും ഗ്രോത്ത് ഫേസിൽ എൻ്റർ ആവുമ്പോഴാണ് ഒരുമിച്ച് ഷെഡിങ് നോട്ടീസ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഒരു പേഷ്യന്റ് കൺസേൺ ആയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത്. മെയിൻ റീസൺ ഓഫ് ടീലോജൻ എഫ്ലൂവിയം സ്ട്രെസ് ആണ്. ഇത് മെറ്റബോളിക് സ്ട്രെസ്സും ആവാം അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സ്ട്രെസ്സും ആവാം. ഓൾസോ ചില ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില മെഡിക്കേഷൻസ് കാരണം ഈ കണ്ടീഷൻ എക്സ്പീരിയൻസ് ചെയ്യാം. എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇതിന്റെ കോസറ്റീവ് ഏജന്റ് കണ്ടുപിടിക്കാം. സ്ട്രെസ് ആണെങ്കിൽ ചില റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ച് ആണെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാം. ഓൾസോ ടൈംലി സീറം, സിങ്ക് ലെവൽ, അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ആൻഡ് ഫെറിറ്റിൻ ലെവൽസ് ചെക്ക് ചെയ്യാം. Always remember, in telogen effluvium, your hair is just resting, not gone.